1990-കളിലാണ് നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ ഇപ്പോഴത്തെ ആവേശമായ സൂംബ ഡാൻസ് ഒരു കൊളംബിയൻ ഡാൻസർ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ മാനസികമായ ആരോഗ്യത്തിനും സന്തോഷത്തിനും ഉല്ലാസത്തിനും വേണ്ടി നമ്മുടെ നാട്ടിലും ഇത്തരം കളികൾ ഉണ്ടായിരുന്നു. ഓണംകളി അത്തരത്തിലൊന്നാണ്. നമ്മുടെ നാട്ടിലെ സ്വന്തം കഥകളും പാട്ടുകളും കൂട്ടിച്ചേർത്താണ് ഓണംകളി അവതരിപ്പിക്കുന്നത്. കേട്ടിട്ടുണ്ടോ ഓണംകളി? കണ്ടിട്ടുണ്ടോ? എവിടെ? അല്ലെങ്കിലും മുറ്റത്തെ മുല്ലേക്ക് മണമില്ലല്ലോ അല്ലേ? തൃശ്ശൂരിലെ നമ്മുടെ ഗഡികളാണ് ഓണംകളിയെ മാറോടടുക്കി സംരക്ഷിച്ച് നിർത്തുന്നത്. മഴ പെയ്തു കഴിഞ്ഞാണ് മരം പെയ്യുന്നത് എന്ന് പറയും പോലെ ഓണം കഴിഞ്ഞാണ് ഓണക്കളിയുടെ സീസൺ തുടങ്ങുന്നത്. മധ്യകേരളത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഇനിയുള്ള 2 മാസക്കാലം ഓണംകളിയുടെ നാളുകളാണ്. രണ്ട് മാസം മുതൽ മുൻപ് തന്നെ ഇവർ ഓണക്കളിക്ക് പ്രാക്ടീസായിട്ട് വന്നു തുടങ്ങും. രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം ആകുമ്പോൾ പ്രാക്ടീസ് എന്നുള്ള ടൈമിൽ വരും. ഒരു 7 മണി തൊട്ട് 10-11 മണി വരെ നല്ലോണം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഈ ഓണക്കാലത്ത് നമ്മൾ ടീമായിട്ട് ഇറങ്ങിപ്പോകുന്നത്. അതിനു മുൻപ് തന്നെ പുതിയ പാട്ടുകളുടെ അണിയറയിലായിരിക്കും മിക്കപ്പോഴും. പുതിയ സംവിധായകർ അതിലൂടെ ഉടലെടുക്കുകയും ചെയ്യും, പുതിയ പാട്ടുകാർ ഉടലെടുക്കുകയും ചെയ്യും. പിന്നെ എഴുത്തുകാർ പുതിയ തലമുറയ്ക്ക് ഈ സാംസ്കാരികമായിട്ടുള്ള ഈ പാട്ടുകൾ അത് രാമായണമാണ് ബേസായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. കഥ ബേസ് രാമായണമാണ്. ഓണത്തോടനുബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിൽ നടന്നു വരുന്ന ഒരു ഗാന നൃത്തകലയാണ് ഓണംകളി. രാമായണത്തെയും മറ്റ് ഹിന്ദുമത പുരാണങ്ങളെയും ആസ്പദമാക്കി നാടൻ പാട്ടിൻ്റെ ശീലിൽ തയ്യാറാക്കിയ പാട്ടിനനുസരിച്ച് ചുവടുകൾ വെച്ചാണ് ഈ നൃത്തം നടത്തുന്നത്. നമുക്കൊരു സന്തോഷത്തിനും പിന്നെ കൂടുതലും പാട്ടിനോടും കളിയോടുള്ള സ്നേഹത്തോടുകൂടി നമ്മൾ ആ കളി ഇപ്പോഴും പിന്തുടർന്ന് വരുന്നു. അതിൽ കുട്ടികൾ മുതൽ 5 വയസ്സായ കുട്ടി മുതൽ 60 വയസ്സ് 70 വയസ്സായ അമ്മായിമാർ കഴിഞ്ഞ വർഷം കളിച്ചിരുന്നു. ഇപ്പോൾ അവർക്ക് വയ്യാത്തതുകൊണ്ട് അവരെ വരണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാലും ഇപ്പോൾ 60 വയസ്സായ ചേച്ചിമാരൊക്കെ ഇത് കളിക്കുന്നുണ്ട്. 10-15 പുരുഷന്മാർ ചേർന്നായിരുന്നു ആദ്യകാലങ്ങളിൽ ഓണംകളി അവതരിപ്പിച്ചിരുന്നത്. ഗാനങ്ങൾക്കൊപ്പം ചടുലമായുള്ള ചുവടുകൾ കാണികളെ ആവേശഭരിതരാക്കും. ഗാനങ്ങൾക്ക് വ്യത്യസ്തമായ ആലാപന ശൈലിയാണുള്ളത്. വിശ്വം നോക്കി വിശ്വമിത്രനോദി അശ്വം പൂട്ടി വലിച്ചൊരു തേരിൽ പെണ്ണിനെയും കൂട്ടി നെറുകിൽ ചാത്തണം നറുസിന്ദൂരം അതിനു ചെന്നെടുക്കി എന്നെ നീ തുണക്കി. പിന്നെ കൈകൊട്ടികളി അങ്ങനെയായാലും അതിലൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലും ഈ നാടൻ പാട്ടുകളും ഈ ഓണംകളി പാട്ടുകളാണ് കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞാൽ ഏറ്റവും ജനമനസ്സുകളിൽ ഇടം നേടിയ സിനിമാ പാട്ടുകളെങ്കിൽ ഇത്തിരി കൂടുതൽ നമ്മുടെ ഈ ചാലക്കുടി, മുകുന്ദപുരം, പിന്നെ ഇരിഞ്ഞാലോടുള്ള ഏരിയകളിൽ കളത്തിന് നടുവിൽ ഒരു തൂണ് നാട്ടി അതിൽ നാട്ടിയിരിക്കുന്ന ഉച്ചഭാഷിണി വഴി പാടുന്നു. മറ്റുള്ളവർ ഈ തൂണിനു ചുറ്റും വൃത്താകൃതിയിൽ നിന്ന് ചൂടുവെക്കുന്നതിനൊപ്പം പാടിക്കൊടുക്കുന്ന പാട്ടിൻ്റെ പല്ലവി ഏറ്റുപാടുകയും ചെയ്യുന്നു. പുരുഷന്മാർ മാത്രം അടക്കി വാണിരുന്ന ഈ രംഗത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വനിതാ ടീമുകളും സജീവമായി കഴിഞ്ഞു. അതിപ്പോൾ ഞങ്ങളുടെ മുമ്പുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ ചേട്ടന്മാരും ഓണക്കളിക്കാരാണ്. അപ്പോൾ പെണ്ണുങ്ങളായിട്ട് കൂടുതലായിട്ട് അവരടുപ്പിച്ച് എന്നിട്ട് അവരോട് പറഞ്ഞ് നിങ്ങളൊരു ടീം ഇടുന്നു പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ആ ചേച്ചിയും 5-6 ചേച്ചിമാരും കൂടി ഇട്ടത്. പിന്നെ അവർ കൂടെ ആൾക്കാരെ കൂട്ടി ഒരു 20-25 പേരാക്കി. അതിനുശേഷം പിന്നീട് വേറെ ടീമുകൾ വന്ന്. ആകെ 2 ടീം ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് വിസ്മയ കലാവേദിയും പിന്നെ ചെറായിൽ ഒരു ടീം ഉണ്ടായിരുന്നു. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
വനിതാ ഓണക്കളി ടീമുകളും ഇപ്പോൾ സജീവമായതോടെ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ നിലനിൽക്കുന്ന ഈ ഓണക്കളി മത്സരത്തിന് സംസ്ഥാന വ്യാപകമായ ഒരു സ്വീകാര്യതയും ഒരു പ്രചരണവും കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഓണക്കളിയുടെ അരങ്ങിലെ ഊർജം ഈ വനിതാ സാന്നിധ്യം കൂടിയാണ്. 6 മുതൽ 60 വയസ്സ് വരെയുള്ളവർ ഈ ഓണംകളിയിൽ സജീവമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളൊരു ആശയവുമായി ഞങ്ങൾ തുടങ്ങി വെച്ച ഒരു കളിയാണ്. ഇതിപ്പോൾ 20 വർഷമായി ഞങ്ങൾ മുടങ്ങാതെ ഇന്ന് ഒരു ഇതുമില്ലാതെ ഞങ്ങൾ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ 20ാം വാർഷികമാണിത്. ഓണംകളിയുടെ പ്രധാന ടീമുകളിൽ ഭൂരിഭാഗവും തൃശ്ശൂർ ജില്ലയിലാണ്. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഓണംകളി എന്ന കലാരൂപത്തെ ചേർത്ത് നിർത്തി ജീവൻ നൽകുകയാണ് ഈ സംഘങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ ഒന്ന് സംരക്ഷിക്കപ്പെടേണ്ട ഒരു കലയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 60 മുതൽ 70 വരെയുള്ള കലാകാരന്മാർ 5-6 മാസം നിരന്തരമായ നിതാന്തമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി മഹാഭാരതം, രാമായണം പോലെയുള്ള ഇതിഹാസങ്ങളിൽ നിന്ന് അതിൻ്റെ കഥാതന്തുക്കൾ എടുത്തുകൊണ്ട് കവിതാരൂപത്തിൽ, പാട്ടുരൂപത്തിൽ അവതരിപ്പിക്കുന്ന, ഒപ്പം നൃത്തം ചെയ്യുന്ന വളരെ മധ്യ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കലാരൂപമാണ്, പ്രത്യേകിച്ച് ഓണക്കാലത്ത് അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് ഓണക്കളി മത്സരം എന്ന് പറയുന്നത്. പണ്ട് ഓണക്കാലത്ത് വീടുകളിലും മറ്റും കളിച്ചിരുന്ന ഓണംകളി ഇപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലുമായി അവതരിപ്പിക്കപ്പെടുന്നു. ഈ ഓണക്കളി മത്സരത്തിന് വലിയ പ്രാധാന്യം തൃശ്ശൂർ ജില്ലയ്ക്കുണ്ട്. പ്രത്യേകിച്ചും കൊരട്ടി ഗ്രാമപഞ്ചായത്തിനകത്ത് കോനൂർ പ്രദേശത്ത് പഴയകാലം മുതൽ ഈ കളിക്ക് വലിയ സ്വാധീനം, അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളും നിർമ്മാണ തൊഴിലാളികളുടെയും അവരുടെ തൊഴിലിൻ്റെ ഈണം, അതോടൊപ്പം തന്നെ നാടിൻ്റെ ഒരു കലാരൂപം കൂടിയായിരുന്നു. ഓണക്കളിയെ സംബന്ധിച്ച് നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് വലിയ പ്രാധാന്യമുള്ള, ഇപ്പോൾ നമ്മുടെ തെക്കൻ കേരളത്തിലായാലും വടക്കൻ കേരളത്തിലായാലും ചിലപ്പോൾ ഓണക്കളിയെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. പക്ഷേ ഈ നാടൻ കലാരൂപം സംരക്ഷിക്കപ്പെടണമെന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. പഴയ കാലങ്ങളിൽ ഓണംകളി സജീവമായിരുന്നുവെങ്കിലും ഇടക്കാലത്ത് നിലച്ചുപോയിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് മുമ്പ് കൊരട്ടി കോനൂരിൽ പഞ്ചായത്തംഗമായിരുന്ന കെ എ സുരേഷിൻ്റെ നേതൃത്വത്തിൽ കോനൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ആരംഭിച്ച ഓണംകളി മത്സരത്തോടെയാണ് ഈ മേഖലയിൽ ഓണംകളി വീണ്ടും ജനങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങിയത്. നടനം താണ്ഡവ ചുവടുകളാടും നീലകണ്ഠനെന്നും ഹൃദയം നീരി വിളിച്ചു രാമൻ ശങ്കര നമസ്തേ എന്നെ നീ തുണക്കി. തൃശ്ശൂരിലെ പല പ്രദേശങ്ങളിലായി ഓണംകളി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാനം ചാലക്കുടി കോനൂരിലെ മത്സരം തന്നെയാണ്. ആയിരങ്ങളാണ് കോനൂരിലെ ഓണംകളി കാണുവാൻ എത്തുന്നത്. മാതാ അമൃതാനന്ദമയി മഠം കൊയിലാണ്ടി മഠാധിപതി ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യ കോനൂർ ഓണക്കളി മത്സരത്തിൽ മുഖ്യാതിഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാല്യകാല സ്മരണകളിൽ ഇപ്പോഴും ഓണംകളിയുടെ ചുവടുകളുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെല്ലാം ഇതേപോലെ ഉള്ള ഓണംകളികൾ പോയി കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാടിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ഓണം കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ 2 മാസങ്ങളിലൊക്കെ ഇത് പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നത്. 60 പേരുടെ ഒരു സമർപ്പണമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. സാധാരണക്കാരാണ് ഇതിൻ്റെ വരികൾ എഴുതുന്നത്. അവരത് ഓർത്ത് ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഗാനങ്ങളാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ 60 പേര് ഒറ്റ ക്ലാപ്പിലാണ് താളം വരുന്നത്, ഓരോ സ്റ്റെപ്പുകൾ വരുന്നത്. ഒരാൾ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാതും തെറ്റും. അങ്ങനെയുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു നാടിനെ യോജിപ്പിക്കാൻ, മറ്റെല്ലാത്തിൽ നിന്നും മനസ്സിനെ ഉദാത്തീകരിക്കാനും കഴിയുന്ന ഒരു കളിയാണ് ഇത്. ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഓണംകളി മത്സരത്തിൽ ഏകദേശം 30 മിനിറ്റ് സമയം വരുന്ന പാട്ടുകളാണ് പാടുന്നത്. പുരുഷ ടീമുകളിൽ 40 മുതൽ 50 പേർ വരെയും
വനിതാ ടീമുകളിൽ 25 മുതൽ 30 പേർ വരെയും ഉണ്ടായിരിക്കും. പാട്ടിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടും പിന്നെ ഇവർ കളിക്കുന്ന കളി കണ്ടിട്ടും അതിലാകർഷണമായിട്ടാണ് ഞാൻ ഈ ഓണക്കളിക്ക് വരുന്നത് തന്നെ. പിന്നെ ഈ ഏറ്റവും കൂടുതൽ പാട്ട് കേട്ടിട്ടുള്ളത് വിനോദേട്ടൻ എന്ന് പറഞ്ഞുള്ളൊരു, ഇപ്പം ഞാൻ കളിക്കുന്ന ടീമിലെ ഒരു അധികായനാണ്. ഓണക്കളിയിലൊക്കെ പറഞ്ഞാൽ ഒരു മാസ്റ്റർ പ്ലെയറാണ് ആൾ. അത് സ്വന്തമായിട്ട് സംഗീതം ചെയ്ത് ആൾ തന്നെ പാട്ട് പാടി ഒട്ടനവധി ഹിറ്റ് പാട്ടുകളുണ്ട് ആളുടെ. ആദ്യകാലത്ത് ചുവടുകൾ കുറവും കൈകൊട്ട കൂടുതലുമായിരുന്നു. ആശാൻ തന്നെ രചിച്ച പാട്ടും നാടൻ ചുവടുകളുമായിരുന്നു ആദ്യകാലത്ത്. ഇപ്പോൾ പരിഷ്കരിച്ച ചെമ്പടതാളത്തിൽ 3 വരികളിലായി. ഓണംകളിയിൽ കൂടുതൽ ചുവടുകളായി. ഇതോടൊപ്പം ഡ്രസ് കോഡും നിലവിൽ വന്നു. ഇന്ന് 60ഓളം പേരടങ്ങുന്ന സംഘത്തിൻ്റെ ഓരോ കളിക്കും 10,000 ചിലവ് വരുന്നുണ്ട്. വിനോദ വ്യായാമ അരങ്ങുകളിൽ നിന്ന് നാട്ടിലെ കളികൾ മറയുകയും പുറത്തുനിന്നെത്തിയ കളികൾ കളം പിടിക്കുകയും ചെയ്യുന്ന കാലത്ത് മുറ്റത്തെ കളികളെ സംരക്ഷിച്ച് ഒപ്പം നിർത്തുന്നത് ഗൗരവമേറിയ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച കൂടുതൽ കാഴ്ചകളും പുതുമയാർന്ന വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.